12 മണിനോട് അടുത്തോണ്ട് കറക്റ്റ് 12 മണി അയക്കണേ. അപ്പൊ നമുക്ക് കേക്ക് കൊടുക്കാം. മസ്തിരി പറിച്ച അടയാളൊക്കെ ഇതിന്റെ മുകളിൽ കൊറേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നാളെ, അതായത് ഇന്ന് 12 മണിക്ക് ശേഷം, അതായത് 29-ാം തീയതി ആണ് കേട്ടോ. നമ്മളമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ അമ്മേൻ്റെയും നമ്മുടെ അമ്മയുടെയും അമ്മായിൻ്റെയും സോറി ആള് പറയുന്നത് എൻ്റെ നമ്മളമ്മേൻ്റെയും ഓളമ്മായിൻ്റെയും ബർത്ത്ഡേ. രണ്ടൊരാൾ തന്നെയാണ് മനസ്സിലായി. ചെറുതായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഏകദേശം നമ്മള് സെറ്റ് ഏകദേശം അപ്പഴാ നമുക്ക് ഓർമ്മ വന്ന വീഡിയോന്റെ കാര്യം നിങ്ങളെ നമ്മൾ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ. അപ്പൊ ഏകദേശം നമുക്ക് അറിയാം നമ്മള് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ റൂമിലേക്ക് കയറ്റിയിട്ടേ ഇല്ല. റൂമിൽ കയറി അതാണ് സത്യം. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ കാണാം, കണ്ടറിയാം. അമ്മ ഇവിടെ നിൽക്കണ്ട് ഗൈസ്. നമുക്കൊരു ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാത്ത മാതിരി അഭിനയിച്ചത്. ഇതാണ് നമ്മളെ റൂമിന്റെ ഒരു ഇപ്പത്തെ ഫൈനൽ ലുക്ക്. അപ്പൊ നമ്മള് ചെയ്ത് വെച്ചാണ് ഗൈസ്. അപ്പൊ ഇവരെ ഫോണിൽ കളിക്കാൻ സമ്മതിക്കാത്തതിനാണ് ഇപ്പൊ നമ്മളോടൊക്കെ ഈ ദേഷ്യം പിടിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മള് സെറ്റാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാല് എല്ലാ നമ്പറും നമ്മള് എല്ലാ ഗിഫ്റ്റിലും നമ്മള് ഇങ്ങനെ പേപ്പർ കട്ടാക്കിയിട്ട് നമ്പർ എഴുതിക്കണേ. എല്ലാ ഗിഫ്റ്റിലും നമ്മള് 15 വരെ എഴുതിക്കണ്. അപ്പൊ നമ്മള് ലോട്ട് ഇടും. ലോട്ടിൽ എഴുതിയിട്ട് ലോട്ട് ഇട്ടതിന് ശേഷം ലോട്ടിൽ അമ്മയ്ക്ക് കിട്ടുന്ന ഗിഫ്റ്റ് നമ്മള് ഓരോന്നും ഇങ്ങനെ തുറന്നു നോക്കും. അതാണ് നമ്മുടെ ആചാരം. അപ്പൊ അതില് ചിലതൊക്കെ നല്ലതുണ്ട്, ചിലതൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതൊക്കെ നമ്മളിങ്ങനെ വെച്ചിരിക്കണേ വെറുതെ അമ്മായിനെ പറ്റിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇതില് വെക്കാത്ത ഒരു ഗിഫ്റ്റ് ആണ് നമ്മള് സർപ്രൈസ്. അതാണ് നമ്മൾ കൊടുക്കാൻ പോണത്. പക്ഷെ വലിയ സാധനം ഒന്നല്ല, ചെറിയ ഒരു ചെറുതുമല്ല വലുതുമല്ല, ചെറിയ ഒരു സംഭവം അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഇത് നമ്മൾ ലോട്ട് എടുക്കുമ്പോ ഇല്ലല്ലോ, ആ സംഭവം നമ്പർ ഉണ്ടാവില്ല. കാരണം ആ നമ്പർ ആദ്യം ചിലപ്പോൾ കിട്ടിപ്പോയാൽ അത് ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയ ഗിഫ്റ്റിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. അത് എല്ലാം പൊളിച്ചതിന്റെ ശേഷം ലാസ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് ഇതുവരെ ഇപ്പൊ പ്ലാൻ ചെയ്തത്. ടൈം 12 മണിനോട് അടുത്തോണ്ട് നിൽക്കാണ് ഗായ്സ്. കറക്റ്റ് 12 മണി ആയിക്കണേ. അപ്പൊ നമുക്ക് കേക്ക് കൊടുക്കാം. ഉമ്മ ഉറങ്ങാണ് ഗായ്സ്. ഉമ്മനെ വിളിച്ചുണർത്തി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ, റൂമിലേക്ക് കൊണ്ടുപോവാ, എല്ലാം കൂടി കാണിക്കുക ഗായ്സ്. ഞാൻ നല്ല ഉറക്കേന് ഗായ്സ്. കേക്ക് കേൾക്കാത്തതിനോട് ഉമ്മ തിന്നൂലെന്നാ പറയുന്നത്. ഇത് കേക്കാ കേടാവുന്നത് പീടിയെന്ന് പറഞ്ഞതിനോട് നമ്മള് മെല്ലെ ഒന്ന് തുടച്ചിട്ടോളൂ കേക്കൊക്കെ. അല്ല കേക്ക് 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 ഗൈസ്. അപ്പൊ നമുക്ക് ഇനി കേക്ക് മുറിച്ചിട്ടാണ് ആദ്യം തുടങ്ങാം. അപ്പൊ എല്ലാവരും അങ്ങോട്ട് നിന്നോളൂ, ചേർന്ന് നിന്നോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അസറാഷ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊള്ളാം. കേക്ക് സൂപ്പർ ആണ് ഗൈസ്. എല്ലാവരും കട്ട് ചെയ്ത് കൊടുത്തു. ക്യാമറ നിയാസിനൊപ്പം ആശ സർബർക്കർ. ഇപ്പൊ കേക്ക് കട്ടിങ് കഴിഞ്ഞിക്കണേ. അപ്പൊ നമ്മ ഗിഫ്റ്റ് ഓരോന്നായി പൊളിക്കും. പക്ഷെ നമ്മളൊരു ഗെയിം ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഓരോ അസ പറഞ്ഞ ഓരോ ഇതിലുള്ള നമ്പർ ഇതിലുണ്ടാവും. ഇത് നമ്മൾ കുലുക്കിയിട്ട് എടുക്കുക, അതിന് കിട്ടുന്ന നമ്പർ നമ്മൾ പൊളിച്ചേക്കും. അതാണ് ഗെയിം. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഗിഫ്റ്റ് പൊളിച്ചു നോക്കാം അല്ലെ. ഇതിന്ന് കിട്ടുന്ന നമ്പർ ഇതിലുണ്ടാവും, അത് നമ്മൾ എടുക്കണം. നിഹാൽ ഉറങ്ങിയ ആ ഒരു മസ്തിലൊപ്പം ഇങ്ങോട്ട് വരില്ല. അപ്പൊ നമുക്ക് എന്തായാലും പൊളിക്കാം ഗൈസ്. ഓക്കെ. ആദ്യത്തേത് എടുക്കാൻ പോവാണ്. എടുത്തോളൂ.
അപ്പൊ ഒന്ന് എടുത്തിക്കണേ മമ്മി. 2 രണ്ടാണ് ഗൈസ് കിട്ടിയത്. അപ്പൊ ഇത് ഇവിടെ നമ്മളെ രണ്ടിവിടെ ആ മുന്നേ ബർത്ത്ഡേ കാർഡ് തന്നെ എടുക്കും. ഗിഫ്റ്റ് കൊടുത്ത ആള് ജസന്റെ ഗിഫ്റ്റ് ആണ്. ആശന്റെ റിയാക്ഷൻ കൂടി ഉമ്മക്ക് ആദ്യം ഉമ്മ എന്നെ 10 വരത്തി അടയാളൊക്കെ ഇതിന്റെ മുകളിൽ കൊറേ ഉണ്ട് ഗൈസ്. അതന്നെ ഷെസ കെട്ടിപ്പോയിന് കൊടുത്താണ്. അപ്പൊ രണ്ടാമത്തെ എടുത്തിക്കണേ. രണ്ടാമത്തെ 11 കിട്ടിയ. എവിടെ 11 ഇവിടെ 11 ഇതാ 11 ഇതാ. വാവ് മൂന്നാമത്തെ നിയാസാണ് കൊടുക്കുന്നത്. കൊടുത്തോളൂ. 4 ഇഷ്ടപ്പെട്ട മനസ്സിലാവില്ല എന്താ സാധനം. നോക്കേ ഗൈസ്. പൊതിയാൻ ഭയങ്കര അടുത്ത ഇച്ച കൊടുത്തോളൂ. തുറക്കട്ടെ. 15 വലിയ ഗിഫ്റ്റ്. ഞാന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ്. അത് ഏറ്റവും വലിയ ബോക്സ് ആണ്. 15 അത് ഇതുവരെ ഇട്ടും കൊടുത്തില്ല. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഓക്കെ വലിയൊരു ഗിഫ്റ്റ് ആണിത്. ആ ഓക്കെ. അപ്പൊ രാവിലെ ഇത് രാവിലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മള് 15 മാറ്റി വെച്ചിരിക്കുകയാണ്. അടുത്തെടുക്കാണ്. ഇതേതാ നോക്കാം. ഓക്കെ 12 ആണ് ഗൈസ്. എവിടെ 12? ഇതാ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. അതാരതാണ്? ചവിട്ടി പൊട്ടിക്കുന്നു. വാവ് എന്തോ വലിയ സാധനമാണ്. എന്താ ബൾബ് കേടായിന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ സാധനം? എന്താ എന്താ എഴുതിയിരിക്കണേ കാണാൻ നമുക്ക്. എന്താ എഴുതിയ? തുറക്ക് വേഗം. ഇവളിത് ഫുള്ള് റബ്ബറൊക്കെ ഇട്ട് വെച്ചിരിക്കും. ആർക്കും തുറക്കണ്ടായിരിക്കും. ആ കത്ത് എഴുതി ഇട്ടത്. അത് വാ എവിടെ കാണുന്നില്ലല്ലോ മകളെ. യു ആർ 8 ഗൈസ്. 8 കൈമ പിടിച്ചിരിക്കാണ് നിങ്ങള്. അത് ശേഷന്റെ ഗിഫ്റ്റ് ആണ്. 8 ഒരു ചുവന്ന റോസാപ്പൂ ആണ് അമ്മായിക്ക്. ഹൃദയാണ് അമ്മായിക്ക് വേണ്ടി കണ്ട കഷ്ടപ്പെട്ട്. അമ്മക്ക് ഇഷ്ടായോ? ഓ സന്തോഷം. 6 കഴിച്ചു. കുളിക്കാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ബാക്കിയാണ് ഞാൻ കണ്ടില്ല. അത് അമ്മായി തുറക്കുന്നത് അത്ര ഇഷ്ടം. ഇങ്ങനെ വലിച്ചാണ് സ്വർണ്ണത്തിൽ शर्मा सिरदानो गानी सगनानी सब आए രണ്ടാമത്തെ നിക്കാ ഗൈസ്. അപ്പൊ ഇസ്മായിൽ ഇവിടെ തൊള്ളം നോക്കിക്കാണ്. അടുത്ത് 14 ഇതെന്താ? അമ്മായിന്റെ മനസ്സിങ്ങനെ തിളങ്ങുന്നുണ്ട്. ഇനി ശരിക്കും എന്തോ വാങ്ങിയാണോന്നൊക്കെ വിചാരം. ക്യാമറ കാട്ടിക. ക്യാമറ ഇങ്ങനെ വെക്കാം. എന്നാലും തുറക്കുമ്പോ ഒരു ആളിങ്ങനെ വന്ന് അടിക്കണാണോ മോന്തക്ക്? അതെടുക്ക് എടുക്കണം. അടുത്ത അസന്റെ ബർത്ത്ഡേയാണ്. എനിക്ക് വേണ്ട. ഞാൻ എണീച്ച ഓടും. പണി പാലും വെള്ളത്തിൽ 5 5 5 ഒരു സാധനത്തിന്റെ കൂടുള്ള ഒരു സാധനമാണ്. വലു പൊട്ടി ഇതാ ഗൈസ്.
ഒന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ്. എന്താ അമ്മ എന്നെ കൊണ്ട് പറഞ്ഞതാണ് അന്ന്. അത് വാങ്ങണമെന്നില്ലേ? പിന്നെ അതില് വേറൊരു സാധനം കൂടി ഉണ്ട്. തുറക്കാനില്ല, അതാണ് ഹൃദയത്തിന്റെ ഷെസന്റെ ഹൃദയാണിത് കേട്ടോ. കുത്തുമ്പോ റെഡ് കളർ കത്തുന്നു. ഷെസന്റെ കത്തുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മായി. എന്റെ ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ അമ്മായി എന്ന് ഷെഹു ആൻഡ് നീലു. പതിമൂന്ന് ഗിഫ്റ്റ് ആണ്, ഞാൻ കൊടുക്കട്ടെ. പണി വരുന്നുണ്ട്. മൂന്നാണ് ഗിഫ്റ്റ് സംഭവം ഒക്കെ കഴിഞ്ഞ്. അപ്പൊ ഉമ്മന്റെ വിചാരം ഇതിൽ ഒന്ന് നല്ല ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് മുമ്പ് കൊടുക്കാം. ഇതും ഇല്ല തന്നെയാണ്. ഉമ്മന്റെ അവസാനത്തെ ഹോപ്പാണ് ഈ ബോക്സ്. ഇപ്പൊ അമ്മായിന്റെ മനസ്സിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുകയാണ്. അമ്മായിക്ക് ഒരു ഗിഫ്റ്റ് പോലും ആരും കൊടുത്തിട്ടില്ല. ഓ മുജീബിനെ കാണാൻ എന്തൊരു ചേല. 5 ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പോയതായിരുന്നു ഗൈസ്. ഗിഫ്റ്റ് പൊളിച്ചു കഴിഞ്ഞപ്പോ ചുളൂലി താത്ത 2 താത്തന്റെ എൻഗേജ്മെന്റിന്റെ ലുക്ക്. ഇതിന്റെ ബേബിന്റെ പെരോ, ഇത് ഇസ്മായിലിന്റെ പെരോ, 2ാമത്തെ സ്മൈലി. പിന്നെ താത്ത ചുളൂല് 2 പിന്നെ നിഹാല്, ഇസ്മായില്, ആശ. നമുക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. ഇപ്പൊ എന്നെ കാണുമ്പോ ബാക്കോടിക്കിച്ചാ എന്തമ്മ ഈ ഒരു നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? അപ്പൊ ഞാൻ എണീച്ചിക്കണ്. ഇന്നലെ മാറ്റി വെച്ച ഗിഫ്റ്റ് നമുക്ക് ഇന്ന് പൊളിക്കാം. അമ്മ കട്ട് ചെയ്യാണ്. കൊടുവാളട്ട് എടുക്കേണ്ടി വരും. വെളിച്ചെണ്ണാണ് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം തെളിവ്. ഇതാണ് ഇവിടെ തീരെ ചെടിച്ചട്ടില്ല. കണ്ടില്ലേ? താഴത്തും മുകളിലൊന്നും ചെടിച്ചട്ടികളായില്ല. ഉത്തമ്മ നിക്കണ്. രാവിലെ തന്നെ ചെമ്പട്ടി ആയിട്ട് ഉമ്മക്ക് ചെമ്പട്ടി ഇഷ്ടം പറഞ്ഞിട്ട് ചെമ്പട്ടി ആയിട്ട് വന്നിക്ക മോക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. രാവിലെ തന്നെ വിഷ് ചെയ്യാൻ വന്നാണ്. ഇങ്ങോട്ട് വരി. ഇങ്ങള് നല്ല ചെറു കേട്ടോ. ചെമ്പട്ടി വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉമ്മ. സന്തോഷം കണ്ടില്ലോ. ഓരോന്നും എടുത്തോ. ഇപ്പൊ എല്ലാരും വിചാരിക്കണം എന്താ ഇങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കണെന്ന്. പക്ഷെ ഉമ്മക്ക് ഇങ്ങനത്തെ ആണ് ഇഷ്ടം. വെറുതെ പൂവ് ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ ഉള്ള സാധനമാണ്. ബർത്ത്ഡേ കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ് ചെമ്പട്ടിയൊക്കെ.